ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും ടേസ്റ്റിയായ വിഭവങ്ങളിലൊന്നാണ് പൈനാപ്പിൾ പുളിശ്ശേരി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ ചെറിയ പീസായിട്ടുള്ള കുറച്ച് വലിപ്പമുള്ള പീസായിട്ട് അരിയണം. എന്നിട്ട് ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കുക. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല വേവുള്ള ഒരു ഫ്രൂട്ടാണ്. പൈനാപ്പിൾ നല്ലപോലെ വെന്താൽ മാത്രമേ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം കുറച്ച് വേവുണ്ട് ഇതിന്. പിന്നെ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തു. നിങ്ങൾക്ക് പൈനാപ്പിൾ വെന്ത് വരുമ്പോൾ വെള്ളം കുറച്ച് കുറവ് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കുക. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം. എന്നിട്ട് ഇതാണെങ്കിൽ നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും കൂടി ചേർക്കുക. പച്ചമുളക് എരിവിനനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 എണ്ണം, എരിവില്ലാത്തതാണെങ്കിൽ 4 എണ്ണം വരെ ചേർക്കാം. എന്നിട്ടിത് അടച്ചു വെച്ചോ തുറന്നു വെച്ചോ വേവിക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പം സാധാരണ രീതിയിൽ പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ നമ്മൾ കൽച്ചട്ടിയിലോ മൺകലത്തിലോ ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിവിടെ പാനിലാണ് ഉണ്ടാക്കുന്നത്. കാരണം എല്ലാവരുടെ കയ്യിലൊന്നും ചിലപ്പം മൺചട്ടിയോ അല്ലെങ്കിൽ കൽച്ചട്ടിയോ ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പാനിൽ തന്നെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എപ്പോഴും തലേ ദിവസമേ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം പുളിശ്ശേരിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വേവട്ടെ. പൈനാപ്പിൾ ഇവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ 1 മുറി തേങ്ങയിലേക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നല്ല പോലെ അരച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഈ നമ്മുടെ പുളിശ്ശേരിയുടെ കൺസിസ്റ്റൻസി ശരിയാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ ഏകദേശമാണെങ്കിൽ ഇവിടെ വെന്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അപ്പം നമ്മൾ ഇതുപോലെ തവി കൊണ്ടാണെങ്കിലും ഒന്ന് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പൈനാപ്പിൾ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടത് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്കാണെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാണെങ്കിൽ അടുപ്പിൽ കിടന്നിട്ടാണെങ്കിൽ അത്യാവശ്യം ഒന്ന് തേങ്ങയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിന് വേണ്ടി നോക്കാം. ഇതിൽ അഡീഷണൽ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരിയുടെ കൺസിസ്റ്റൻസി ആണെങ്കിൽ കുറച്ച് വെള്ളം പോലെ ആയി പോകും. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഈ സമയത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട. പിന്നെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ശർക്കരയോ പഞ്ചസാരയോ ഏതാണ് അവൈലബിൾ അത് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പഞ്ചസാര 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയുള്ള ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് മധുരം ചേർക്കാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാക്കറ്റ് തൈരാണ് എടുത്തിട്ടുള്ളത്. അധികം പുളിയൊന്നുമില്ല, എന്നാൽ ആവശ്യത്തിന് പുളിയുള്ള തൈര് എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയിൽ വെച്ച് അടിച്ചത് മോര് പോലെ ആക്കണ്ട. അല്ല, മിക്സിയിലാണ് ഒന്ന് വീപ്പ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നല്ലപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അതിൽ കട്ടയൊക്കെ നല്ലപോലെ ഉടച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് ഉടയ്ക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയുടെയൊക്കെ ആണെങ്കിൽ ഒരു പച്ച ചുവയൊക്കെ ഇവിടെ ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്കാണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് തീയാണെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളക്കരുത്, പിരിഞ്ഞു പോകുമെന്ന് പറയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവുക മാത്രമേ പാടുള്ളൂ. അപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര കളറ് തോന്നുന്നില്ലെങ്കിലും പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല യെല്ലോ കളറ് തന്നെയാണുള്ളത്. അപ്പം ഇത് തൈര് ചേർത്തപ്പോൾ നല്ല ഇച്ചിരി ഒരു തിക്നെസ് കൂടിയതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലേക്കുള്ള വെള്ളം ചേർക്കും. ഞാനൊരു 1/4 കപ്പ് താഴെ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ പുളിശ്ശേരിയുടെ ആണെങ്കിൽ ഉപ്പ്, അതുപോലെ തന്നെയാണ് മധുരം, ഇവയൊക്കെ ആണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മധുരവും.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാവുക. ചൂടായ ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് പിന്നീട് കടുക് വറുത്ത്, അതായത് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവുള്ളതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തുടർന്ന് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചാൽ മാത്രം മതി. കടുക് താളിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കടുക് താളിക്കുന്നത്. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക്, 3-4 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ ചേർക്കേണ്ട ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതുപോലെ 2 നുള്ള് മുളക് പൊടിയും ചേർക്കും. ഈ മുളക് പൊടി ചേർക്കുന്നത് നമ്മുടെ പുളിശ്ശേരിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ കടുക് താളിച്ചതാണ് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർക്കുന്നതോടെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡിയാവും. തീ ഓഫ് ചെയ്ത ശേഷം മാത്രമേ നമ്മുടെ പൊടികൾ, അതായത് ഉലുവാപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതാ കടുക് താളിച്ചതും കൂടി ചേർത്തു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.